ഹായ് ഹലോ നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വയനാട് വന്നിട്ടുള്ള രണ്ടാമത്തെ ദിവസമാണ്. രാവിലെ നമ്മൾ 6 മണിക്ക് തന്നെ ഷൂട്ടിന് വേണ്ടി ഇറങ്ങി. 6 മണിക്ക് ഇറങ്ങിയതുകൊണ്ട് തന്നെ നല്ല കോട ഉണ്ടായിരുന്നു. രാവിലെ നിന്ന് റോഡൊന്നും കാണാനുണ്ടായിരുന്നില്ല. ചില സ്ഥലത്ത് നമുക്ക് കോടമഞ്ഞ് കാരണം നന്നേ റോഡ് കാണാനുണ്ടായിരുന്നില്ല. ചില സമയങ്ങളിൽ കോടമഞ്ഞ് പോയ പോലെ തോന്നും. എങ്കിലും നമ്മൾ യാത്ര ആസ്വദിച്ച് പോയി. ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ നല്ല പേടിയുണ്ടായിരുന്നു. ഉള്ളിൽ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടുത്ത് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആനയെ കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ കൂടി ആനയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി തന്നെയാണ്. കാരണം ഇങ്ങനെയൊരു സ്ഥലമാണ്, നമുക്ക് വണ്ടി പെട്ടെന്ന് തിരിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു യാത്ര മുന്നോട്ട് തന്നെ പോയി. നമ്മൾ വീഡിയോയിൽ കോട എത്രത്തോളം കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. എന്നാലും നമ്മൾ നേരിട്ട് കാണുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് കോട ഉണ്ടായിരുന്നു. നമ്മൾ മൊബൈലിൽ ഈ വീഡിയോസ് പകർത്തുമ്പോൾ പോലും നമുക്ക് ഒരു ചാറ്റൽ മഴയുടെ ഫീൽ നമുക്കുണ്ടായിരുന്നു. അത്രത്തോളം കോടമഞ്ഞുണ്ടായിരുന്നു. പിന്നീട് ഇരുട്ട് മാറി വെളിച്ചം വന്നപ്പോൾ കാഴ്ചയ്ക്ക് ഒരുപാട് മനോഹാരിതയായിട്ട് തോന്നി. കാരണം ഈ കോടമഞ്ഞും പിന്നെ ചുറ്റുമുള്ള കാടും അതൊരു വല്ലാത്തൊരു ഫീൽ തന്നെയാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മുടെ മണ്ണാർക്കാട്ടുകാർക്ക് ഇതുപോലെ കോടമഞ്ഞ് കാണുന്നത് അട്ടപ്പാടി ആ ഭാഗത്ത് അതും വല്ലപ്പോഴേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഒരു സന്തോഷം തന്നെയാണ്. പതിയെ നേരം വെളുത്തു തുടങ്ങി. നേരം വെളുക്കുന്നതോടൊപ്പം തന്നെ കാഴ്ചയുടെ മനോഹാരിതയും കൂടി തുടങ്ങി. കാരണം ഈ കോടമഞ്ഞ് മൂടിയ ആ റോഡും ചുറ്റുമുള്ള മരങ്ങളും ആ യാത്ര അതൊരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു. കാഴ്ചകൾ ആസ്വദിച്ച് പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ വന്യമൃഗങ്ങളെ കാണാൻ പറ്റുന്നൊരു പ്രതീക്ഷയിലാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന വഴിയിൽ പെട്ടെന്ന് നമുക്കൊരു മാൻകൂട്ടത്തിൽ കണ്ടു. പക്ഷെ നമുക്കവിടെ വണ്ടി നിർത്താൻ പറ്റിയില്ല. ഫോറസ്റ്റിൽ വണ്ടി നിർത്താൻ പാടില്ല നിയമമുണ്ട്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു മാൻകൂട്ടത്തെ കണ്ടു. 2-3 മാനുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വണ്ടി സ്ലോ ആക്കിയിട്ട് നമ്മൾ കുറച്ച് നേരം ആ കാഴ്ചകളൊന്ന് കണ്ടു. പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ചും പതിയെ മുന്നോട്ട് പോയപ്പോൾ വേറൊരു മാൻകൂട്ടം നിൽക്കുന്നത് കണ്ടു. അവിടെ നമ്മൾ വണ്ടി നിർത്തിയില്ല, സ്ലോ ആക്കി നമ്മൾ വീഡിയോ പകർത്തി. ചൂട് കൂടുമ്പോൾ ഇവർ വീണ്ടും കാട്ടിലേക്ക് തന്നെ കയറും. ഇപ്പോൾ ചൂട് കുറവായതുകൊണ്ട് അവർ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്തായാലും നമ്മൾ കുറച്ച് നേരം ആ മാനുകളെല്ലാം കണ്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. പിന്നെ ഒരു അല്പം കൂടി നമ്മൾ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ ആനപ്പിണ്ടം കണ്ടു. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ വഴിയിൽ ആന പോയിട്ടുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ചുറ്റും ഒന്നുകൂടി കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ അതേ നിൽക്കുന്ന തൊട്ടപ്പുറത്ത് ഒരു ചെറിയൊരു പിടിയാന നിൽക്കുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ക്ഷീണിച്ച പോലെ തോന്നി ആനയെ കണ്ടപ്പോൾ. എങ്കിലും നമ്മളത് ദൂരെ നിന്നും ആ ഒരു ചിത്രം പകർത്തി നമ്മൾ കുറച്ച് മുന്നോട്ട് പോയി. കാരണം അവനെ ശല്യം ചെയ്യുന്നത് ശരിയല്ല എന്ന രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ആൾ കാട്ടുകൊമ്പൻ വന്നിരിക്കുന്നു, ഒറ്റക്കൊമ്പൻ. നമ്മൾ കാണണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ കൂടി ഇങ്ങനെ നമ്മൾ കണ്ടപ്പോൾ മനസ്സിൽ പേടി തോന്നി. കാരണം നമുക്ക് പോകേണ്ട റോഡാണത്. റോഡിനോട് ചേർന്ന് ഇവർ നിൽക്കുമ്പോൾ എന്തായാലും മനസ്സിൽ പേടി തോന്നി. അപ്പോൾ വണ്ടി അവിടെ സൈഡാക്കി നിന്നു. അവൻ ചെയ്യുന്ന എന്തൊക്കെ നോക്കി കണ്ടു. അവനങ്ങനെ റോഡിൻ്റെ സൈഡിലേക്ക് മാറിയപ്പോൾ നമ്മൾ നേരെ വണ്ടി എടുത്ത് നമ്മൾ പോന്നു. പിന്നെ നമ്മൾ ഇനി കാണുന്നത് നമ്മുടെ ലൊക്കേഷനിലെ കാഴ്ചകളാണ്. നമ്മുടെ ലൊക്കേഷൻ നമ്മൾ കണ്ട കുറച്ച് കാഴ്ചകളാണ്. അത്രയും മനോഹരമായ കാഴ്ചകളാണ്. അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ.